നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ് പത്തനംതിട്ട കോന്നിയിലെ പാറമടയുടെ അപകടം. ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കല്ലും മണ്ണും പതിച്ചു. 2 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കായിരുന്നു അവിടെ നമ്മുടെ സുജിത് സുരേന്ദ്രൻ എത്തിയിട്ടുണ്ട്. സുജിത്ത്, രക്ഷാദൗത്യം പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? അശ്മി, ഈ രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് എത്തിച്ചേരുക വാഹനം, ആ ഹിറ്റാച്ചി വാഹനം പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. വലിയ പാറച്ചീളുകളാണ് അതിന് മുകളിലേക്ക് വന്ന് വീണിട്ടുള്ളത്. അതിൻ്റെ ഓപ്പറേറ്ററെയും ഹെൽപ്പറുമാണ് ഇതിനടിയിൽ പെട്ടിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഹിറ്റാച്ചിയിലെ ഡ്രൈവറായിരുന്നു അതിൻ്റെ ഈ പാറ ഖനന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ഒപ്പം ഹെൽപ്പറും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ പലയിടങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിൽ നിന്നും. ഇപ്പോൾ കോന്നിയിലെയും പത്തനംതിട്ടയിലുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പോലീസും അതുപോലെ തന്നെ കളക്ടറേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിശാലമായ ഏതാണ്ട് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഒരു പാറക്വാറിയാണ്. അവിടെ ഈ പ്രത്യേകം ഈ പാറ മുറിച്ചുള്ള വഴികളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടേക്ക് എത്തുക, ഈ വാഹനം കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതുതന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മാറിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളാണോ ഹിറ്റാച്ചിയുടെ നിറമുള്ള ഒരു അങ്ങേറ്റം തകർന്ന ഒരു ഹിറ്റാച്ചി പോലെ കണ്ടോ? അവിടെയാണോ അപകടം ഉണ്ടായത്? അതിനുള്ളിലാണോ 2 പേരുള്ളത് സുജിത്ത്? ദൃശ്യങ്ങൾ കാണാൻ ഇത് കോന്നിയിലുള്ള ഒരു പാറമടയാണ്, പത്തനംതിട്ട കോന്നിയിലുള്ള പാറമടയാണ്. ഇതിനുള്ളിലാണ് ഹിറ്റാച്ചി ഉള്ളത്. അതിനകത്ത് 2 പേരുണ്ടെന്നാണ് പറയുന്നത്. അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഇനി രക്ഷപ്പെടുത്താൻ കഴിയട്ടെ, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല. അങ്ങോട്ടേക്ക് ദുർഘടമായ വഴിയാണ്. വാഹനമോ ഏതെങ്കിലും രക്ഷാദൗത്യ പ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തതാണ് അവിടെ നേരിടുന്ന പ്രശ്നം. സുജിത്ത്, കേൾക്കാവോ? അപ്പോൾ ഇതിനടുത്തേക്ക് എങ്ങനെ എത്തിപ്പെടാനാണ്, അല്ലെങ്കിൽ ഒന്നാമത് ഹിറ്റാച്ചി അങ്ങോട്ടേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, രണ്ടാമത് എങ്ങനെ ഇപ്പം എത്തിപ്പെടും, എന്താണൊരു പ്ലാൻ? പത്തനംതിട്ട പാറമടയിൽ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഹിറ്റാച്ചി ഏതാണ്ട് പൂർണ്ണമായി തന്നെ പൊളിഞ്ഞ് ഈ പാറകൾക്കടിയിൽ കിടക്കുകയാണ്. അതിനകത്ത് 2 പേരുണ്ട്. അവരെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്തുന്നതിനെ പറ്റി ആലോചനയാണ് നടക്കുന്നത് അവിടെ. സുജിത് സുരേന്ദ്രൻ തുടരുന്നു. സുജിത്ത്, എൻ്റെ ചോദ്യം, ഒരു പ്ലാൻ എന്താണ് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ? അത് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി പ്രതിസന്ധിയാണ്. എങ്ങനെ എത്തിപ്പെടുമെന്നുള്ളത് അവിടെ കാര്യമായ പ്രതിസന്ധിയുണ്ട്. കാര്യം അത്രത്തോളം ദുർഘടമായ ഒരു ഏരിയയാണ് ആ ഏരിയ. അങ്ങോട്ടേക്ക് ഏതെങ്കിലും രക്ഷാദൗത്യ വാഹനമോ കാര്യമായിട്ട് ആൾക്കാർക്ക് പോലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അങ്ങോട്ടേക്ക് ഹിറ്റാച്ചി അങ്ങനെ കയറിപ്പോയി പണി ചെയ്തു എന്നുള്ളത് അത്ഭുതം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ മേഖലയിൽ പരന്നു കിടക്കുന്ന ഒരു പാറമടയാണ് ആ പാറമട. അവിടെയാണ് ഈ പറയുന്ന ഹിറ്റാച്ചി, പാറ പൊട്ടിക്കാൻ കയറി ഹിറ്റാച്ചി ആവണം അത്. ഹിറ്റാച്ചിയും അതിനകത്ത് 2 ആളുകളും. എന്തായാലും ആ ഹിറ്റാച്ചി പൂർണ്ണമായി തന്നെ പൊളിഞ്ഞു. ആ ഹിറ്റാച്ചി പൂർണ്ണമായി തന്നെ തകർന്ന് കിടക്കുകയാണ്. അതിനകത്ത് ഹിറ്റാച്ചി എന്ന് പറയാൻ നമ്മുടെ മനസ്സിലൊക്കെ ഹിറ്റാച്ചി അത്യാവശ്യം വലിപ്പമുള്ള ഒന്നാണ്. ഇത് ചിലപ്പോൾ ചെറിയ ഹിറ്റാച്ചി വല്ലതും ആയിരിക്കുമോ എന്നറിയില്ല. എന്തായാലും അതിന് പുറത്ത് കാണുന്ന ഏതാനും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതിനകത്ത് 2 തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളെ ഏതവസ്ഥയിൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെയുള്ള ആശങ്ക. ഇപ്പോഴും അവിടെ രക്ഷാദൗത്യത്തിന് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും അങ്ങോട്ടേക്ക് എത്തിപ്പെടുക അങ്ങനെ കുത്തനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എങ്ങനെ ഹിറ്റാച്ചി കയറി എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുത്തനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിലൊരു വാഹനമോ ഇനി ആൾക്കാർക്ക് നടന്നോ കയറ് കെട്ടിപ്പോകാനോ ഒന്നും പറ്റാത്ത ഒരു പ്രത്യേക സ്ഥലം, ഒരു പ്രത്യേക അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണത്. എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തി ഈ കാണുന്ന ഈ കൽക്കൂമ്പാരം മാറ്റി അതിനുള്ളിൽ 2 പേരെ എടുക്കാൻ കഴിയുക എന്നുള്ളത് അവിടെ ആലോചന നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവർക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ, എത്രയും പെട്ടെന്ന് അവരെ 2 തൊഴിലാളികളെയും ജീവനോടെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. സുജിത് സുരേന്ദ്രൻ തുടരുകയാണ്. സുജിത്ത്, എങ്ങനെ അങ്ങോട്ട് എത്തും എന്നതാണ് ചോദ്യം. അതിന് ഉത്തരം ആലോചനയിൽ കിട്ടുന്നുണ്ടോ? ഏത് രീതിയിൽ അവിടേക്ക് ഇറങ്ങാൻ കഴിയും എന്നുള്ള
ഓക്കെ, രണ്ടുപേരാണ് ഈ പറയുന്ന ഹിറ്റാച്ചിക്ക് അകത്ത് കുടുങ്ങി കിടക്കുന്നത്. ഹിറ്റാച്ചിയോട് തന്നെ കുറച്ച് നാരുപോലുള്ള കുറച്ച് നാരുവേര് പോലെയൊക്കെയുള്ള കുറച്ച് ഭാഗം മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ വലിയ പാറക്കിടയിലാണ്. മണ്ണിടിയും പോലെയല്ല, പാറയാണ്. അപ്പോൾ അത്രയും തകർക്കാൻ ശേഷിയുള്ള പാറയാണത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്ന കാര്യം ആർക്കും അറിയില്ല. ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് രക്ഷാദൗത്യം സാധ്യമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കും. തിരികെ